20 ടീമുകൾ, 55 മത്സരങ്ങൾ. കുട്ടി ക്രിക്കറ്റിന്റെ 10ാം പതിപ്പിന് നാളെ കൊടിയേറും. നാല് ഗ്രൂപ്പുകൾ. ഓരോ ഗ്രൂപ്പിലും 5 വീതം ടീമുകൾ. ഓരോ ടീമിനും 4 വീതം മത്സരങ്ങൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രം 40 മത്സരങ്ങൾ. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും അധികം പോയിന്റ് നേടുന്ന 2 ടീമുകൾ സൂപ്പർ 8-ൽ. അവിടെ 4 വീതം ടീമുകൾ, 2 ഗ്രൂപ്പുകൾ, 12 മത്സരങ്ങൾ. ഗ്രൂപ്പ് ജേതാക്കളാകുന്ന 2 ടീമുകൾ സെമിയിലേക്ക്. വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് നാളെ 2020 ലോകകപ്പിന് തിരിതെളിയുന്നത്. ബംഗ്ലാദേശിന്റെ പിന്മാറ്റവും പാകിസ്ഥാന്റെ ഇന്ത്യ ബഹിഷ്കരണവുമൊക്കെ കൊണ്ട് ലോകകപ്പിന് ഇക്കുറി രാഷ്ട്രീയ താൽപര്യങ്ങളും ഏറെയാണ്. ഇന്ത്യയിലേക്കില്ലെന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തതോടെ ശ്രീലങ്കയിലാണ് പാകിസ്ഥാന്റെ മുഴുവൻ മത്സരങ്ങളും. ഉദ്ഘാടന ദിവസമായ നാളെ 3 മത്സരങ്ങളാണ്. കൊളംബോയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലാൻഡ്സിനെ നേരിടും. 2ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. 3ാം മത്സരത്തിൽ ഇന്ത്യ USA നേരിടും. സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താനാണ് സൂര്യകുമാറും സംഘവും പോരിനിറങ്ങുന്നത്. നാളിതുവരെ ഒരു രാജ്യവും 2020 ലോകകപ്പ് നിലനിർത്തിയിട്ടില്ല. കിരീടം കാത്തുസൂക്ഷിക്കാനായാൽ ഏറ്റവും അധികം 2020 ലോകകപ്പ്, 2020 ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ രാജ്യം തുടങ്ങിയ റെക്കോർഡുകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ന്യൂസിലൻഡിനെ പരമ്പരയിലും ദക്ഷിണാഫ്രിക്കയെ സന്നാഹത്തിലും തകർത്ത ഇന്ത്യ കിരീട പോരാട്ടത്തിന് വരവറിയിച്ചു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ശ്രീലങ്ക തുടങ്ങി ശക്തമായ ടീമുകൾ ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനെത്തുന്ന അഫ്ഗാനെയും എന്തിനും പോന്ന വെസ്റ്റ് ഇൻഡീസും ടൂർണമെന്റിന്റെ പ്രിയ ടീമുകൾ തന്നെ. കിരീടം നിലനിർത്താൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ മലയാളി താരം സഞ്ജുവിന് ആദ്യ 11-ൽ ഇടമുണ്ടാകില്ല. സന്തുലിതമായ ഇന്ത്യൻ ടീം കിരീടം നിലനിർത്തി ചരിത്രമെഴുതുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.